ഇതിമ്മ ഇങ്ങളാകൊണ്ടാണ്. ഇതേതായാലും ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അല്ല, ഓൾക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോകാനും തോന്നുമ്പോൾ കയറി വരാനും ഇതറ്റോളെ കുടുംബസ്വത്താ. ഓളിപ്പോ ചെറിയനാക്ക് പോയി വന്നതാണ്. ഇപ്പൊ പിന്നെ ഒരു മാസത്തിൽ എത്ര പോക്ക ഓക്ക്? എനിക്കിപ്പോ അതൊന്നല്ല ബലമായ സംശയം. 2 ദിവസം മുമ്പല്ലേ ഓന്റെ പൈസ വന്നിക്കണത്. അതെങ്ങാനും കൊണ്ടു കൊടുക്കാനുള്ള പോക്കാണാവോ? എനിക്കും കുഞ്ഞോളെ അങ്ങനെ ഒരു സംശയം ഇല്ലാതല്ല. ഏതായാലും ഇപ്പം എൻ്റെ വലിയ നാത്തൂനൊരു വരവുണ്ടായല്ലോ. ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് ഒടിച്ചോക്കൊരു വരവ്. എനിക്കല്ല പന്തികേടുണ്ടായില്ലേ. ഏതായാലേ ഓളോട് കുറച്ച് സ്നേഹത്തിലും മയത്തിലും ഒന്ന് പെരുമാറിയോക്കാം. എങ്ങനെങ്കിലും ഓളെ കജ്ജിലെടുക്കാൻ പറ്റിയോക്കിയാലേ ഓക്കറിയാത്തൊരു കാര്യവും മറ്റോളെടുത്തില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് അതേ മാർഗമുള്ളൂ. പെട്ടെന്നുള്ള പോക്കിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിലേ പൂവിനെ കജ്ജിലെടുക്കേ പറ്റുള്ളൂ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇമ്മ. സ്നേഹത്തിലും മയത്തിലും ഇമ്മ എങ്ങനെയും പഞ്ചം കൂറും പറഞ്ഞ് എടുത്തു കുടിക്കോളി. ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. എടി പൊട്ടത്തിയെ, അനക്ക് ഈ പറഞ്ഞതൊന്നും എൻ്റെ മണ്ടേക്ക് കയറുന്നില്ലേ? എടി കാര്യം കാണാൻ കൈതക്കാലും പിടിച്ചാന്ന് പറഞ്ഞേൽക്ക് എൻ്റെ ആങ്ങളാരടുത്തുനിന്ന് വല്ലതും കിട്ടി തരാണെന്നുണ്ടെങ്കിലേ ഇമ്മാരിക്കാരടുത്തുനിന്നേ കുറച്ചൊരു സ്നേഹത്തിലും പെരുമാറി നിൽക്കേണ്ടി വരും. നല്ലേക്ക് നിൽക്കണം നല്ല ഇമ്മ പറയുന്നതേ. ഇപ്പം കുറച്ചു നേരം അങ്ങനെ ഒന്ന് നിന്ന് നോക്കേ. വല്ലതും കിട്ടണമെങ്കിൽ മതി. ഇമ്മ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ കണക്ക് നന്നോ. എന്നാലും ഓളെ കജ്ജും കാലും പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കൂല. ആയിമ്മ അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇക്ക പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഒരു വണ്ടിയും വിളിച്ച് വരാനാണ്. ആ മാണ്ടേമ്മ ഇപ്പാനൊന്നും ഗതിയെടുത്തണ്ട. ആ അത് വരും. ഇല്ലമ്മ ഒരാഴ്ചയൊന്നും വരും നിൽക്കൊന്നുമില്ല. അതന്നെ ഇപ്പൊ താത്ത വന്നതുകൊണ്ടല്ലേ. ആയിക്കോട്ടെമ്മ, വിശേഷം കൂട്ടൊക്കെ വന്നിട്ട് പറയാം. ആയിക്കോട്ടെമ്മ, ശരി എന്ന് വെച്ചത്. ശരി. സിനുവാ കഴിഞ്ഞില്ലടി. സീനു പോയഞ്ഞ് പേരങ്ങോട്ട് ഉറങ്ങിയ പോലെ ആകൂലമ്മ. കുറച്ച് ദിവസത്തിനൊരാട്ടം എനക്കും ഉണ്ടാവൂല. ആ അല്ല പൂവിയെ, എന്താ ഇപ്പൊ സീനുവിന് പെട്ടെന്നൊരു പോക്ക്? അല്ലേ, മറ്റത്തോള് പോകാൻ പുറപ്പെട്ട 2 ദിവസം മുന്നേ തന്നെ തുടങ്ങും. പോകമ്മ പോകമ്മ എന്നും പറഞ്ഞിട്ട് പോകിന്റെ ഒരു വർത്താനോ ഒരുക്കാനൊക്കെ. ഇതിപ്പോ അതൊന്നും കണ്ടില്ല. അല്ല, എന്നോട് വല്ലതും പറഞ്ഞോ? ആ അത് എന്തോ ഒരു പൈസേന്റെ കാര്യമൊക്കെ പറയണ കേട്ടു. ആർക്കോ കൊടുക്കണമെന്നോ വാങ്ങണമെന്നോ അങ്ങനെ എന്തോ. എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അല്ല, എന്താമ്മ? ഏയ് ഒന്നുമില്ല. അങ്ങോട്ട് നടക്കടി. ഇപ്പൊ എങ്ങനെ ഉണ്ടടി
നമ്മളെ കണക്കൂടലൊക്കെ ശരിയല്ലേ? നമ്മളെ ചെറുക്കൻ നയിക്കണ മുഴുവനേ ഓളെ പേരെ കൊണ്ട് വിതരണം ചെജ്ജനാണ് ഓളെ പോണത്. എനിക്ക് അപ്പളേ സംശയം ഉണ്ടായിരുന്നു ഓളെ പോക്ക് നല്ലേനല്ലാന്ന്. കുപ്പിന് ഗതി ഇല്ലാത്തോളാണ്. ചെറുക്കന്റെ കായ് കണ്ടപ്പോഴേ ഓളെ കണ്ണ് മഞ്ഞളിച്ചു. തന്തേനെയും തളേനെ സുഖിപ്പിച്ചാൻ വേണ്ടിട്ട് പോകാണോള്. ഇജാ ഫോൺ എടുത്ത് കാണ്ടേ ഇതൊക്കെ അയച്ചു കൊടുത്തു വിട്ടാവോനി. ഏതായാലും ഫസ്റ്റത്തെ ഡോസ് ഏറ്റിക്കണേ. കുഞ്ഞോക്കും കൂടി നല്ലതൊന്ന് കൊടുക്കണം. സീന ഏതായാലും പോയിട്ട് 4 ദിവസം പാർത്ത് വരട്ടെ. ഇമ്മ ഞാനിപ്പോ ഇറങ്ങൂട്ടാ. പോണത് ഏതായാലും തന്റെ ഇഷ്ടപ്രകാരല്ലേ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്നാണാവോ? അല്ല ഇജ് ഇവിടുന്ന് റിട്ടറിന് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കിച്ചിട്ടാ സിനോ? എനിക്ക് 3-4 നേരം മരുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ? അങ്ങോട്ട് റിട്ടറിന് പോകാൻ വേണ്ടത്. അതിപ്പോ നോക്കിയിട്ട് കുടിച്ചാൻ ഉമ്മക്ക് അറിയില്ലേ ഉമ്മ? പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കുഞ്ഞോളും താത്തിയില്ല ഇവിടെ. ഞാൻ ഏതായാലും 4 ദിവസം കഴിഞ്ഞാ വരൂലേ? 4 ദിവസോ? 4 ദിവസമൊക്കെ എനിക്ക് അവിടെ എത്താ കാര്യം? അയക്കളൊന്ന് പോയി കണ്ടുവരാൻ എനിക്ക് 4 ദിവസമൊക്കെ വേണോ? അതും ഈ കുട്ടി ഇവിടെ വന്നൊരു സമയത്ത്. അത് ആറ്റ് നോറ്റെന്ന് വന്ന് 4 ദിവസം ഒന്ന് നല്ലേക്ക് പാർക്ക എത്തി വരുന്നതാ. അപ്പൊ അതിൻ്റെ നല്ലോണം ഒന്ന് കൂടി പാർക്കാനും അതിന് പറ്റുന്ന നല്ലത് എത്തിയാലൊന്നും ഉണ്ടാക്കി കൊടുക്കാനും നിൽക്കാൻ എനിക്ക് ഒഴിവില്ലേ? ഇവളെ കൊണ്ട് തോറ്റല്ലോ. അല്ല സിനോ, ഇജൊന്നും ഇറങ്ങാൻ നോക്കിയില്ലേ? എടി 4 ദിവസം എന്നൊക്കെ പറയണതേ ഇതാന്ന് പറയുമ്പോത്തിന് കജ്ജും കണ്ണടച്ച് തുറക്കണ നേരമുള്ളൂ. ഞാനൊക്കെ പോയാല് ചുരുങ്ങിയത് 15 ദിവസം എന്റെ കണക്ക്. നിന്ന് കളിക്കാതെ ഇറങ്ങാൻ നോക്കടി. സ്വന്തം ബാപ്പാനും ഇമ്മാനെയും കാണാൻ പോകാനും അമ്മായിമ്മേന്റെ നാത്തൂനെയും സമ്മതം വാങ്ങണോ സിനോ? പോയി പോയി മുറ്റത്തേക്കിട്ട് കാല് കുത്താനേ വിറച്ചേന്നേ നിങ്ങളെ മരിയോള് ഈസി ആയിട്ടതാ പോണേ. എല്ലാത്തിനും ഒത്താശ പിടിക്കാനേ നിങ്ങളെ മൂത്ത മരിയോള് വരുത്തിണ്ടല്ലോ, ഓളാണ് ഇതിനെല്ലാത്തിനും കാരണം. വിളിച്ചു വരുത്തിയതാവും. ആയിക്കോട്ടെടി. ഓളേ പോയാ ഏതുവരെ പോകും? ഇങ്ങോട്ടനല്ലേ ഓള് വരുന്നത്. ഓളാരും ഒത്താശ പിടിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് വരട്ടോള്. കുഞ്ഞോളെ, കുഞ്ഞോളെ, ഇങ്ങോട്ടൊന്ന് വന്നാ. ഇതാണ് ഇതിന് മാണ്ടത്. നിങ്ങൾ വിളിച്ചോ? ഞാൻ വിളിച്ചു. അല്ല കുഞ്ഞോളെ, ഇജ് നേരത്തെ തിന്ന പാത്രങ്ങളല്ലേ ഈ സിങ്കില് കിടക്കുന്നത് മുഴുവനും? ഇത് തിന്ന പാടത് കേക്ക് വെച്ചിട്ട് പോയി കിടക്ക ഇരിക്കുക ചെയ്തൂടെ എനിക്ക്? പാത്രം കേൾക്കാനോ? ഞാനോ? ഞാൻ പാത്രം കേൾക്കലില്ല. അത് ഇമ്മ സീനൊക്കെയാണ് കേക്കല്. ഇന്നാലേ ഇഞ്ഞി മുതലേ അവനാൻ തിന്ന പാത്രം അവനാൻ തന്നെ കേൾക്കേണ്ടി വരും. ഇജ് തിന്ന പാത്രേ ഇജനെ കഴിക്കോ. ഇമ്മ കഴിക്കണമെങ്കിൽ ഇമ്മയും കഴിക്കുക. ഞാനും സീനും എൻ്റെ എച്ചിൽ പാത്രം തോടുന്ന് ഇജ് കരുതണ്ട.
അന്ന മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ.